വാനരന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? വാലാണ്. വാലിനാണ് അവർക്ക് പ്രാധാന്യം. വാലിന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ എല്ലാവരും അയാളെ ആ വാനരനെ പരിഹസിക്കും. വാല് മുറിയൻ, വാല് പോയി, വാലിന് എന്തെങ്കിലും പറ്റിയിച്ചാൽ വാലില്ലാത്ത കുരങ്ങനെ ആർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇവനെ നിസ്സാരനാക്കി തള്ളും. അതുകൊണ്ട് വാലിന് തുണി ചുറ്റി തീ കൊളുത്താം, എന്നാൽ ഇവൻ വാല് വെന്ത് കരിഞ്ഞ് അങ്ങനെ ആവും. അപ്പോൾ ശരി, എല്ലാവരും വളരെ സന്തോഷമായിട്ട് പറയും. വാലിന് കുറേ തുണി കൊണ്ടും എണ്ണ മുഴുവൻ കൊണ്ടും എണ്ണയിൽ മുക്കിയിട്ട് തുണി ചുറ്റും. ഹനുമാൻ അനങ്ങാണ്ട് ഒരു ദിക്കിൽ ഇരുന്നിട്ട് വാലിങ്ങനെ നീട്ടി കൊടുക്കും. വാലിന് നീളവും വണ്ണവും ഇങ്ങനെ കൂടി വരും. എത്ര തുണി കൊണ്ടൊന്ന് ചുറ്റിയിട്ടും എത്ര എണ്ണ കൊണ്ടൊന്ന് മുക്കിയിട്ട് ചുറ്റിയിട്ടും വാല് തീരുന്നില്ല. വാലുമ്മ ചുറ്റി തീർക്കാൻ പറ്റുന്നില്ല. വാല് പിന്നെയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയും തീർന്നു, തുണിയും തീർന്നു, അടുത്തുള്ള ദിക്കുന്നൊക്കെ എണ്ണ കൊണ്ടുവന്നു. ആ നാട്ടിലെ എണ്ണ മുഴുവൻ കൊണ്ടുവന്നിട്ടും തീർന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആയപ്പോൾ എല്ലാവരും പറഞ്ഞു, മതി, ഇതെന്തോ അപകടമാണ്, എന്തോ ഒരു ചീത്തക്കാലത്തിനാണ് നമുക്കിത് തോന്നിയത്. മതി, ഇനി എണ്ണ ചുറ്റും വേണ്ട, തുണി ചുറ്റും വേണ്ട, എണ്ണ മുക്കും വേണ്ട, ഒന്നും വേണ്ട, തീ കൊളുത്തിക്കളാ എന്ന് പറഞ്ഞ് ഒരു കയറ് കൊണ്ടുവന്ന് ഇവനെ ഹനുമാനെ പിടിച്ച് കെട്ടി. പിന്നെ എന്നിട്ട് ഈ വാലിന് തീ കൊടുത്തു. വാലിന് തീ കൊടുത്തിട്ട് ഇവനെ ഹനുമാനെ എടുത്തു. കുറേ രാക്ഷസന്മാർ കൂടി എടുത്ത് പൊക്കിയിട്ട് ലങ്കയിൽ കടന്നു വന്ന കള്ളനാണ് എന്നും പറഞ്ഞ് കൂക്കി വിളിച്ചാർത്ത് ചെണ്ടയൊക്കെ കൊട്ടി വാദ്യഘോഷമൊക്കെ മുഴക്കിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടു നടന്നു. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഹനുമാൻ ഉണ്ടാണ്ട് ആ കെട്ടിൽ അങ്ങനെ ഇരുന്നു. പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഹനുമാനൊന്ന് ചെറുതായി. അതുള്ള തടി അങ്ങ് കുറച്ചു. തടി കുറച്ചപ്പോൾ ഈ കയറിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോന്നു. കെട്ടിയതൊക്കെ കഴിഞ്ഞു പോയി. കെട്ടിയത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ എടുത്തു കൊണ്ടുവന്ന ആളെയൊക്കെ ഓരോ അടി കൊടുത്തു. അവരെല്ലാം ചത്തു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചാട്ടം ചാടി ഗോപുരത്തിൻ്റെ മുകളിലേക്ക്, പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുകളിലേക്ക്. അവിടെ ചെന്നിട്ട് വാല് നീട്ടിയിട്ട് എല്ലാ ദിക്കിലും കത്തിക്കാൻ തുടങ്ങി. വാല് അനവധി നീളമുണ്ട്. എല്ലാ ഗോപുരത്തിലും എല്ലാ വീട്ടിലും ഈ ശിംശഭാ വൃക്ഷത്തിന് ഒഴികെ അശോക വനികയിലുള്ള വൃക്ഷങ്ങളും കൂടി കത്തിയെന്നാണ്. ഈ ശിംശഭാ വൃക്ഷം ഒഴികെ ബാക്കിയൊക്കെ കത്തി. പിന്നെ ലങ്കയിൽ വിഭീഷണൻ്റെ വീടൊഴികെ ബാക്കിയൊക്കെ കത്തിച്ചു. വിഭീഷണൻ്റെ ഒരു വീട് മാത്രം കത്തിക്കാണ്ട് വെച്ചു. ഭക്തനാണ്, ശ്രീരാമഭക്തനാണ് വിഭീഷണൻ. അതുകൊണ്ട് വിഭീഷണൻ്റെ വീട് മാത്രം കത്തിച്ചില്ല. അങ്ങനെ എല്ലാ ദിക്കിലും തീ വെച്ചു. രാക്ഷസസ്ത്രീകളൊക്കെ കരച്ചിലും ബഹളവും, അച്ഛാ, അമ്മയെ, ഭർത്താവേ, മകനെ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കരയാൻ തുടങ്ങി. കരയുന്നതിൻ്റെ ഇടയിൽ വെന്ത് താഴത്ത് വീഴുക, ചാവുക. അങ്ങനെ ആ ലങ്കാപുരി മുഴുവൻ ചുട്ട് ദഹിപ്പിച്ചു. ലങ്കാപുരം അതിഗംഭീരമായിട്ട് സ്വർണവും രത്നവും അങ്ങനെ അതിഗംഭീരമായിട്ട് ഉണ്ടാക്കിയ ലങ്കാപുരിയാണ്. വൈശ്രവണൻ്റെ പുരിയേക്കാളും കേമാവണമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ലങ്കാപുരിയൊക്കെ ചുട്ട് നശിപ്പിച്ചു. കേമാക്കി കൊണ്ടുവന്നതാണ്. വൈശ്രവണനാണ് പണ്ട് അവിടെ താമസിച്ചിരുന്നത്. വൈശ്രവണൻ രാമൻ്റെ ഏട്ടനാണ്, രാവണൻ്റെ ഏട്ടനാണ്. വൈശ്രവണനെ ഓടിച്ചിട്ടാണ് രാവണൻ അവിടെ താമസിക്കുന്നത്. അങ്ങനെ ആ ലങ്കാപുരി മുഴുവൻ ചുട്ട് ദഹിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഈ സമുദ്രത്തിൽ ചെന്ന് വാല് സമുദ്രത്തിൽ മുക്കി. അപ്പോൾ തീയൊക്കെ കിട്ടു. അപ്പോൾ പറയുകയാണ് അതിൽ ശ്രീരാമഭക്തനായിട്ടുള്ള ഹനുമാൻ എങ്ങനെയാണ് വാലിന് ചൂടുണ്ടാവുക? അഗ്നി തണുപ്പായിട്ടേ തോന്നിയുള്ളൂ ഹനുമാന്, ഒരു ചൂടും ഉണ്ടായില്ല. പിന്നെ ശ്രീരാമനാമം ജപിക്കുന്ന ആൾക്കാർക്ക് സംസാരമാകുന്ന തീ ചൂടുണ്ടാവില്ല, സംസാരത്തീന് കൂടെ ചൂടുണ്ടാവില്ല. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ ഭക്തനായിട്ടുള്ള ഹനുമാൻ ഈ സാധാരണ തീ കൊണ്ട് എങ്ങനെയാണ് ചൂടുണ്ടാവുക? ഒരു ചൂടുണ്ടായില്ല. ഹനുമാൻ വളരെ സുഖമായിരുന്നു. അങ്ങനെ തീ കെടുത്തി സീതാദേവിയെ ചെന്ന് നമസ്കരിച്ചു. വീണ്ടും സീതാദേവി പറഞ്ഞു, അനുഗ്രഹിച്ചു, നീ ഇനി ഒട്ടും താമസിക്കേണ്ട, വേഗം പോയിക്കോ, അതാണ് നല്ലത്, അല്ലെങ്കിൽ ഇനി അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വേഗം പോയിക്കോ പറഞ്ഞ് അനുഗ്രഹിച്ചു. സീതാദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സീതാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി രാവണൻ ആ സമുദ്രം ഇങ്ങോട്ട് ചാടിയ പോലെ അങ്ങോട്ടും തിരിച്ച് ചാടുമ്പോൾ ഒരു അലർച്ച അലറി. ആ ചാടാൻ പർവ്വതത്തുമ്മ കയറി നിന്നിട്ട് ചാടുന്ന സമയത്തൊന്ന് അലറിയിട്ടാണ് ചാടിയത്. ആ അലർച്ച അവിടെ കേട്ടു. ജാമ്പവാനും അങ്കദനും ബാക്കിയുള്ള ആളുകളൊക്കെ അലർച്ച കേട്ടിട്ട് പറഞ്ഞത്, ആ ഹനുമാൻ വരുന്നുണ്ട്, ഹനുമാൻ കാര്യം സാധിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ശബ്ദം ഉണ്ടാക്കില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഹനുമാൻ ചാടി അവിടെ എത്തി. ഹനുമാനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് വാലുമ്മലൊക്കെ ചുംബിച്ചു. എല്ലാം കൊണ്ട് സന്തോഷമായി. എല്ലാവരും കൂടി ഹനുമാനെ എടുത്ത് പൊക്കുക, കൊണ്ട് നടക്കുക. സന്തോഷം കൊണ്ട് എന്താ അവർക്ക് ചെയ്യേണ്ടത് നിശ്ചയില്ല. ഹനുമാനെ കൊണ്ടവർ എല്ലാവരും കൂടെ ശ്രീരാമനെ കാണാൻ പോവാൻ, ഇനി നമുക്ക് പോവാം, ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് ഈ വിവരം സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് പോവാണ്.